രവി. ആ രാജാറാം, നീ എന്താ രാവിലെ? ഇവിടത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞപ്പോ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. നീ പേടിക്കണ്ട രാജാറാം, ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. അതെനിക്കും അറിയാം. ഭാര്യ 2 ദിവസത്തേക്ക് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോ നീ എന്നല്ല ഒരു ഭർത്താവും ആത്മഹത്യയില്ല. ദാ ഇങ്ങനെ ഒരു മുറിയിൽ അടച്ചിരിക്കുകയില്ല. ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി വന്ന് ഭരിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകും രാജാറാം. ഒരിക്കലും അവളെ പിരിഞ്ഞ് ഞാനോ എന്നെ പിരിഞ്ഞ് അവളോ നിൽക്കില്ല എന്ന് പരസ്പരം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിന് ഇന്ന് മങ്ങലേറ്റത്. അവളില്ലാത്ത ഈ വീട്, ഈ മുറി, നമ്മുടെ ഓഫീസ് റൂം, ഇതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അവളെ പോകാൻ അനുവദിച്ചത്. ഇതൊന്നും നമ്മളായിട്ട് വരുത്തിയതല്ലല്ലോ രവി. അങ്ങനെ അടിവരയിട്ട് പറയാൻ പറ്റില്ല രാജാറാം. എൻ്റെ ഭാഗത്തും കുറേയൊക്കെ തെറ്റുണ്ട്. എൻ്റെ ക്ഷമ നശിച്ച പല സമയങ്ങളിലും ഞാൻ എന്നെ കൺട്രോൾ ചെയ്യാതെ തലങ്ങും വിലങ്ങും അവളെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും എന്നെ വിട്ട് അവൾ പോകില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാകണം ഞാൻ ദിവസങ്ങളോളം അവളോട് പിണങ്ങി ജീവിച്ചു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പരിധിവരെ ഞാനല്ലേ രാജാറാം എല്ലാത്തിനും ഉത്തരവാദി. എൻ്റെ ഭാര്യയായി വന്നതിന് ശേഷമല്ലേ ശ്രീലക്ഷ്മി അല്ലാതായത്. ശരിക്കും എന്നേക്കാൾ നല്ലൊരു ഭർത്താവിനെ അവൾക്ക് കിട്ടുമായിരുന്നു അല്ലേ രാജാറാം? രവി, നീ എന്തൊക്കെയാ പറയുന്നത്? കഴിഞ്ഞതൊന്നും നമ്മുടെ കയ്യിലല്ല. എന്നാൽ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാനുള്ള മനഃശക്തി ഉണ്ടാവണം. എന്റെ ശക്തി അവളായിരുന്നു. അവളില്ലെങ്കിൽ പിന്നെ വിജയത്തിലൂടെ കൈവരുന്നതല്ല ശക്തി. നമ്മുടെ പ്രശ്നങ്ങളാണ് നമ്മുടെ ശക്തിയെ രൂപീകരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടത്തിൽ സ്വയം അടിയറവ് പറയില്ലെന്ന് നമ്മൾ തീരുമാനിച്ചാൽ അതാണ് ശക്തി. ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തില്ല രാജാറാം. ചെയ്തിട്ടില്ല രവി. ചെയ്യാനുള്ളത് ഇനിയാണ്. ശ്രീലക്ഷ്മിയോട് നീ എന്തെങ്കിലും കൈവിട്ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഇപ്പോ അതിൽ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ അതൊരു നല്ല മാറ്റമാണ്. രവി, ശ്രീലക്ഷ്മിക്കുണ്ടായ ഈ മാറ്റങ്ങൾ അസുഖം കൊണ്ടാണെന്ന് മനഃപൂർവ്വമായി നമ്മൾ വിശ്വസിച്ചാലും ആ അസുഖങ്ങൾക്കും അപ്പുറമായി ശ്രീലക്ഷ്മിയെ സ്വാധീനിച്ചിട്ടുള്ളത് സ്വന്തം അനുഭവത്തിൽ വന്ന ചില സന്ദർഭങ്ങളാണ്. ആ സന്ദർഭത്തിലെ പ്രധാന ലൊക്കേഷൻ നിന്റെ ആ സീക്രട്ട് മുറിയും പ്രധാന കഥാപാത്രം രാജനന്ദിനിയുമാണ്. ഇതിനെല്ലാം പുറകിൽ ശ്രീലക്ഷ്മിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രം. രവി, നിനക്ക് വേണ്ടിയാണ് ശ്രീലക്ഷ്മി ഇതെല്ലാം ചെയ്യുന്നതും എന്റെ പുറകെ അന്വേഷണവുമായി വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ചില സന്ദർഭങ്ങൾ നമ്മളായിട്ട് തന്നെ റീക്രിയേറ്റ് ചെയ്യണം. രവിയെ നഷ്ടപ്പെടുമെന്ന് തോന്നിയിടത്ത് ശ്രീലക്ഷ്മി ബാക്കിയെല്ലാം അവസാനിപ്പിച്ച് നിന്നിലേക്ക് തന്നെ മടങ്ങി വരും. എനിക്കുറപ്പാണത്. ആ, ഞാൻ നോക്കട്ടെ അതിനെന്താ ഒരു വഴിയെന്ന്. ആ പിന്നെ, ഇന്ന് എന്തായാലും നീ ഓഫീസിലേക്ക് വരണ്ട. വൈകിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. നീ ടെൻഷൻ ആവാതിരിക്കേ. ഉടനെ എല്ലാത്തിനും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. മനസ്സ് കയ്യിൽ നിന്ന് പോവരുത് രവി. അത് പോയാൽ എല്ലാം പോയി. ശരി.
വേഗം ഇറങ്ങിക്കേ. ആ ഓ സമയം വൈകുന്നു. ഈ ധൃതി രാവിലെ എണീക്കാൻ കാണിച്ചിരുന്നെങ്കിൽ നേരത്തെ ഇറങ്ങായിരുന്നല്ലോ. അതെങ്ങനെയാ സമയത്ത് എണീക്കില്ല? ധൃതി പിടിച്ചാൽ എങ്ങനെയാ? ആ, ആര്? ഞാനാണോ സമയത്ത് എഴുന്നാക്കാത്തത്? ഇവിടെയുള്ള ജോലികളെല്ലാം ഞാൻ അതിരാവിലെ ചെയ്ത്, നിങ്ങൾ ആ സമയം വൈകുന്നത്. വാ ഇങ്ങോട്ട്. ആഹാ. ദേ മോള്. മോളെ, എന്തു പറ്റി മോളെ? എന്തിനാ മോള് കരയുന്നേ? മോളെന്തോ ഒറ്റയ്ക്ക്? രവി സാർ ഇവിടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ സരോജം, അവള് വന്ന് കേറിയതേ ഉള്ളൂ. അതിനു മുമ്പ് നീ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണത് എന്തിനാ? നിങ്ങൾ കണ്ടില്ലേ മോള് കണ്ണു നിറഞ്ഞു നിൽക്കുന്നത്? കാര്യം എന്താന്ന് എനിക്ക് അറിയണ്ടേ? അതൊക്കെ പിന്നെ ആദ്യം മോളകത്തേക്ക് വാ. വാ. എന്താ മോളെ, അവിടെ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്താ അമ്മ ഞാൻ അമ്മയോട് പറയേണ്ടത്? നടന്നതൊക്കെ ഞാൻ പറയണം? ഇല്ല, എനിക്കതിന് സാധിക്കില്ല അമ്മ. അമ്മയുടെ അച്ഛൻ്റെയും മകൾക്ക് ഇപ്പൊ ഒരു ഭ്രാന്തിയുടെ സ്ഥാനം എന്ന് നിങ്ങളോട് ഞാൻ എങ്ങനെ പറയും? മോളെ, അച്ഛന് മനസ്സിലാവും. ഇത്രയും നാളും അച്ഛനും അമ്മയും ആകുന്നതിന്റെ വിഷമ മോൾക്ക്. പക്ഷേ ഞങ്ങളോട് ആ ദേഷ്യം കാണിക്കുന്നതിന് പകരം മോളിങ്ങനെ കരയുന്നത് അച്ഛന് സഹിക്കാനാവുന്നില്ല. മോൾ ഇങ്ങോട്ട് വരുവാന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വന്ന് മോളെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നല്ലോ. മോളിങ്ങനെ തനിച്ച് വരേണ്ടിയിരുന്നില്ലല്ലോ. ഞാനിപ്പോ ഒരു ഭ്രാന്തിയല്ലേ അമ്മ? അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. നീ എന്തൊക്കെയാ പറയുന്നത്? അത് വെച്ചാ ഇത്രയും നാളും നിങ്ങൾ രണ്ടാളും എന്നെ ദൂരെയാക്കി മാറ്റി നിർത്തിയില്ലേ? ആ വിഷമത്തില് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോഴും നിങ്ങളെ രണ്ടാളെയും കാണാൻ സാധിക്കുന്നു വിചാരിച്ചില്ല. മനസ്സുകൊണ്ട് ഞാൻ ആകെ തളർന്നുവെച്ചാ അതാ ഞാൻ. വിഷമിക്കാതെ പിന്നെ എനിക്ക് എന്ത് ചെയ്യാനാവും? ക്ഷമിക്കുമോളെ, അച്ഛനെടുത്ത തീരുമാനങ്ങള് മറ്റാരേക്കാളും എന്റെ മോളെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അച്ഛനോട് മോള് ക്ഷമിക്കേ. അയ്യോ അച്ഛ, അച്ഛൻ എന്നോട് ക്ഷമ ചോദിക്കരുത്. എനിക്ക് പുനർജന്മം തന്ന എന്റെ കൺകണ്ട ദൈവമാണ് എന്റെ അച്ഛൻ. എത്ര ജന്മം ജനിച്ചാലും അച്ഛനോടുള്ള എന്റെ സ്നേഹവും കടപ്പാടും തീർത്താ തീരില്ല. അയ്യോ മോളെ, മോളിത് എന്തൊക്കെയാ പറയുന്നത്? ഇങ്ങനെ വലിയ വാക്കുകളൊന്നും പറയില്ലേ മോളെ. നീ ഞങ്ങളുടെ മകളായി ജനിച്ചതാ ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. എനിക്കൊരു പെൺകുട്ടി ജനിക്കണമെന്ന് ഞാൻ കരിക്കൊത്തിയമ്മയോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അപേക്ഷിച്ചിട്ടുണ്ട്. ഓരോ പെൺമക്കളും അമ്മമാരുടെ കൂട്ടുകാരികൾ കൂടിയാ. സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും മരിക്കാൻ നേരം ഒരിറ്റ് വെള്ളം തരാനും അവസാനം അവരെ ഉണ്ടാവും. അപ്പൊ കരിക്കൊത്തിയമ്മ തന്നെ മോളുടെ രൂപത്തിൽ എന്റെ വയറ്റിൽ പിറന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ മോളെ ഇത്? ഒന്നുമില്ല അമ്മ,
കണ്ടോ ശ്രീടച്ച, കുറച്ചു ദിവസം മാറി നിന്നപ്പോ മോക്ക് നമ്മളോടുള്ള സ്നേഹം ഇരട്ടിയായി. ഒരു പെൺകുട്ടി അമ്മയാവാൻ പോകുമ്പോഴാ അവൾക്ക് അച്ഛനമ്മമാരോട് സ്നേഹം കൂടുന്നത്. അമ്മേ, മോള് വാ. ആ മോളിരിക്കേ, അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇപ്പൊ ഒന്നും വേണ്ട അമ്മേ. മോളെന്തായാലും കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ടല്ലേ പോവൂ. നോക്ക്, ഈ വീട് നമ്മുടെ കോളനിയിലെ വീടിനേക്കാൾ അല്പം സൗകര്യമൊക്കെ ഉള്ള വീടാ. എന്നാലും ഇവിടെ താമസിക്കാൻ മോൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? അതെന്താ അച്ഛൻ അങ്ങനെ ചോദിച്ചേ? അല്ല, മോളിപ്പോ പഴയതുപോലെ അല്ലല്ലോ. രവി സാറിന്റെ വലിയ വീടും എല്ലാവിധ സൗകര്യങ്ങളുള്ള മുറികളൊക്കെ മോൾക്ക് ശീലമായി കാണില്ലേ? അങ്ങനെയുള്ള വലിയ വീട്ടിൽ താമസിച്ച് പെട്ടെന്ന് ഇങ്ങനെ ചെറിയ വീട്ടിലേക്ക് താമസം മാറ്റുമ്പോ മോൾക്ക് അസൗകര്യം ഉണ്ടാവുമെന്നുള്ളതാ. അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. ബംഗ്ലാവ് പോലുള്ള വീട്ടിൽ താമസിച്ചെന്ന് വെച്ച് പഴയതുപോലെ നമ്മുടെ വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അച്ഛൻ്റെ മകള് മാറിയിട്ടില്ല, മാറുകയില്ല. ശരിയാ മോളെ, പക്ഷേ നീ അച്ഛൻ പറയുന്നൊന്നും കാര്യാക്കണ്ട മോളെ. മോള് വന്നതിന്റെ സന്തോഷത്തിലേ മതിമറന്ന് നിക്കുക. വല്ലാണ്ട് കോലം കെട്ടെന്റെ കുട്ടി. ദേ അവിടെ കാച്ചി എണ്ണ ഇരിപ്പുണ്ട്, നല്ലോണം തല്ല് തേച്ചൊന്ന് കുളിക്കേ. യാത്രയുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ശരി അമ്മ. ശ്രീടച്ച, ഇന്ന് നമുക്കിനി കടയിലേക്കൊന്നും പോകണ്ട, നമുക്ക് മോളുടെ കൂടെ തന്നെ ഇരിക്കാം. അത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കുമായിരുന്നു. ഇനി ഇന്ന് നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ആ എന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സാന്ദ്ര മാഡം ഭയങ്കര ജോലി തിരക്കിലാണെന്ന് തോന്നുന്നല്ലോ. ലാപ്ടോപ്പിലെ ടൈപ്പിംഗ് സ്പീഡൊക്കെ ഇനി കുറച്ചുകൂടി കൂട്ടേണ്ടി വരും. കാരണം സാന്ദ്രയ്ക്ക് ഇനി ജോലി അല്പം കൂടുതലാ. ഇനി മുതല് ആശുപത്രിയുടെ ബില്ലുകൾ കൂടി ഈ കമ്പനി ഇനി സെറ്റിൽ ചെയ്യണമല്ലോ. മാഡം, ഞാനും മാഡവും എപ്പോഴും സംസാരിക്കുമ്പോ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. മാഡത്തിന് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് മനസ്സിലാവുന്ന ഭാഷയിലാവണമെന്ന്. അയ്യോ, അപ്പോ സാന്ദ്ര കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എടോ, ശ്രീലക്ഷ്മിക്ക് വട്ട് സ്ഥിരീകരിച്ചു. അതിനി മുഴുവട്ടാണോ അരവട്ടാണോ എന്ന് മാത്രം സ്ഥിരീകരിച്ചാ മതി. മാഡം എന്തൊക്കെയായി പറയുന്നത്? ശ്രീലക്ഷ്മി മാഡത്തിന് എന്തോ മൈൻഡ് ശരിയല്ലാത്തതാണ്. അതെ, മൈൻഡ് ശരിയല്ല. അതിനെയാണ് ഞാൻ വട്ടെന്ന് മലയാളത്തിൽ ചുരുക്കി പറഞ്ഞത്. സാന്ദ്രയ്ക്ക് ഇപ്പോഴും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. സാന്ദ്ര വിശ്വസിക്കണ്ട, ശ്രീലക്ഷ്മിക്ക് എന്തായാലും അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ട് അവള്. സാന്ദ്രയോട് ഞാൻ എന്താ പറഞ്ഞേ? അവളെ ഞാൻ ദിവസങ്ങൾക്കുള്ളിൽ കെട്ടുകെട്ടിക്കുന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ എന്തായി? കള അറിഞ്ഞേ നമ്മൾ എപ്പോഴും കളിക്കാവൂ സാന്ദ്ര. ഇല്ലെങ്കിലേ ഇതുപോലെ കളത്തിന് വെളിയിൽ നിൽക്കേണ്ടി വരും. സത്യം പറഞ്ഞാലേ ശ്രീലക്ഷ്മിയുടെ അവസ്ഥയില് എനിക്ക് മനസ്താപമുണ്ട്. എന്തെല്ലാം സ്വപ്നങ്ങളോടെയാ അവൾ ആ പടി ചവിട്ടി കയറിയത്. ബ്രദറിൻലോയുടെ കൂടെ ജീവിക്കാൻ വന്ന അവള്
ഏതോ ഒരു പോയിന്റില് എന്റെ നേരെ ഒന്ന് തിരിഞ്ഞു. എന്നെക്കാൾ മുകളിൽ കയറാൻ ശ്രമിച്ചു. അത് അവളുടെ ഒരു റോങ് ഡിസിഷൻ ആയിരുന്നു. ഈ ജീവിതത്തിൽ അവൾ എടുത്ത ഏറ്റവും വലിയ റോങ് ഡിസിഷൻ. തലയ്ക്കൊരു കൊട്ടും കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് എന്റെ വഴിയിൽ നിന്ന് ഞാൻ അവളെ പലവട്ടം മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ എന്നെ അവള് കൈവച്ചു. ആദ്യമായിട്ടാ എന്നെ ഒരാള് നോവിക്കുന്നത്. എന്റെ ദേഹം നൊന്തപ്പോ ഞാൻ നോവിച്ചത് അവളുടെ ഹൃദയവാ. ദേഹം വേദന 2 ദിവസം കഴിഞ്ഞപ്പോ അങ്ങ് മാറി. ഞാൻ പകരം കൊടുത്ത വേദന അവളുടെ അവസാന ശ്വാസത്തിലും അവള് മറക്കില്ല. ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് പറയുന്നത് എന്തിനാണെന്ന് സാന്ദ്രയ്ക്ക് തോന്നുന്നുണ്ടാവും. അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് സാന്ദ്ര. എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു നല്ല സുഹൃത്ത്. ഫ്രണ്ട് സർക്കിള് വളരെ കുറവുള്ള ആളാ ഞാൻ. ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സാന്ദ്രയാ. ചിലപ്പോഴൊക്കെ വഴക്കിടുമെങ്കിലും ഞാൻ അതൊക്കെ മനസ്സിന്ന് മായ്ച്ചു കളയുന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്. അതിന്റെ ആവശ്യമില്ല രേഖ മാഡം. ഞാൻ പറയുന്നതൊന്നും രേഖ മാഡം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയരുത്. അങ്ങനെ മായ്ക്കുന്നത് കൊണ്ടാ പിന്നെയും പിന്നെയും മാഡം ഇപ്പൊ വന്ന് പറഞ്ഞതുപോലെ വിവരമില്ലായ്മയും പറഞ്ഞ് ഇവിടേക്ക് കയറി വരുന്നത്. ഏതുവരെ പോവെന്നറിയാനാ മാഡത്തിന്റെ പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടു നിന്നത്. സിനിമയെ വെല്ലുന്ന ഡയലോഗും സീരിയൽ ഡ്രാമയുമാ മാഡം ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉത്തമ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ശ്രീലക്ഷ്മി മാഡം ആ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് തിരികെ പോയി. ഉടനെ മാഡത്തിന് ഭയങ്കര സന്തോഷം. ഒരുമാതിരി പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ. പക്ഷേ ഇവിടെ മാഡം ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ശ്രീലക്ഷ്മി ഇറങ്ങിപ്പോയതേ ആ വീട്ടിൽ നിന്നാണ്. ഗായത്രി അമ്മയുടെയും രവി സാറിന്റെയും ഒക്കെ മനസ്സില് ശ്രീലക്ഷ്മിയുടെ ഇരിപ്പിടം അതുപോലെ തന്നെയുണ്ട്. ശ്രീലക്ഷ്മിയെ സ്നേഹിച്ചിരുന്നത് പോലെ അമ്മ മാഡത്തെ സ്നേഹിക്കുമെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? രവി സാർ പഴയ സ്നേഹത്തില് അനിയത്തിക്കുട്ടി എന്ന് വിളിക്കുമെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? ഇല്ല. ശരിക്കും പറഞ്ഞ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് മാഡം ഇപ്പൊ സീറ്റ് പിടിച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വസ്ഥതയിലും സമാധാനത്തിലും കണ്ണുനീരിലും ചവിട്ടിയാണ് മാഡം ഇപ്പൊ നിൽക്കുന്നത് എന്നർത്ഥം. ഗുഡ്. പക്ഷേ അവിടെ സാന്ദ്രയ്ക്ക് ഒരു തെറ്റ് പറ്റി. ശ്രീലക്ഷ്മി ഇല്ലാതിരുന്ന സമയത്ത് ആ വീട് എങ്ങനെയായിരുന്നോ അതുപോലെ ആ വീടും വീട്ടുകാരെയും പഴയ പോലെ കൊണ്ടുവരാൻ ഈ രേഖയ്ക്ക് കഴിയും. ഇനി എന്റെ ശ്രമവും അതിനാണ്. ആ ശ്രമം പരാജയപ്പെട്ടാൽ മാഡം എന്ത് ചെയ്യും? മാഡം ഈ പറഞ്ഞതൊന്നും ശ്രീലക്ഷ്മി ജീവിച്ചിരിക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങളല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശ്രീലക്ഷ്മിയെ എന്നേക്കുമായിട്ട് ഉന്മൂലനം ചെയ്യാൻ മാഡത്തിന് ധൈര്യമുണ്ടോ?